ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ബുധനാഴ്ചയാണ് നമ്മളുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ് കുറച്ച് ഡിഫറെൻ്റാണ്, വ്യത്യസ്തമായൊരു ബ്യൂട്ടി വ്ളോഗാണ്. കാരണം ഞാനൊരു കഥ പറയാൻ പോവാണ്. ഈ കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്യൂട്ടി വ്ളോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ബ്യൂട്ടി വ്ളോഗിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 വ്ളോഗ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കസ്തൂരി മഞ്ഞൾ കൊണ്ടുള്ള മുഖം മിനുക്കൽ. നമുക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് കസ്തൂരി മഞ്ഞൾ. അതിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാണ്ട് ഞാൻ ആദ്യം കടയിൽ നിന്ന് വാങ്ങിയ കസ്തൂരി മഞ്ഞൾപ്പൊടി വെച്ചിട്ടാണ് ഒരു പ്രാവശ്യം കാണിച്ചത്. അത് നല്ല യെല്ലോ കളറിലായിരുന്നു. അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഇതല്ല യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ, യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം തോന്നി. അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് കാര്യം ചെറുതിലേ തൊട്ട് ഈ ഒരു മഞ്ഞ നിറത്തിലെ കസ്തൂരി മഞ്ഞളാണെന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ രണ്ടാമത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഇതല്ല യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ, അത് മഞ്ഞക്കൂവയാണെന്നുള്ളത് ബോധ്യമായി. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വയനാട് പോയപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അവിടെ ഓർഗാനിക് ഫാമിംഗ് നടക്കുന്ന സ്ഥലത്ത് റിയൽ കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് എനിക്ക് ചെടി കാണിക്കുക, അതിൻ്റെ ഇതൊക്കെ തന്നു. അതിൻ്റെ ഒരു തൈ തന്നു വിട്ടു, അത് ഇവിടെ വളർത്താനായിട്ട്. അത് നമ്മൾ മുകളിൽ നമ്മുടെ മോളീസ് കിച്ചൺ ഗാർഡനിൽ വളർത്തി. അത് ഒരുപാട് വളർന്നു, ഒരുപാട് പിന്നെ എന്താ പറയുക ഈൽഡ് കിട്ടി. എന്നിട്ട് ആ കസ്തൂരി മഞ്ഞൾ വെച്ചിട്ട് ഞാൻ രണ്ടാമതൊരു വ്ളോഗ് ചെയ്തു. അതും മുഖത്തിന് നല്ല ഒരു എന്താ പറയുക തിളക്കവും അങ്ങനെ പാടൊക്കെ മാറുന്നത്. ഞാൻ പറഞ്ഞ കസ്തൂരി മഞ്ഞളുടെ ഗുണങ്ങൾ നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ കളർ വളരെ ലൈറ്റൊരു യെല്ലോ മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല മഞ്ഞളിൻ്റെ മണമാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ കസ്തൂരി മഞ്ഞളുടെ ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ്. കാര്യം ഈ 2 കാര്യങ്ങളും മോശമാണെന്നല്ല, അത് നല്ലത് തന്നെയാണ്. അതിൽ നിന്ന് ഒരുപാട് റിസൾട്ടും കിട്ടി. പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്തേക്കുള്ളൊരു സംഭവമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇത് രണ്ടുമല്ല, മൂന്നാമതൊരാളാണ് റിയലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ. റിയൽ കസ്തൂരി മഞ്ഞൾ കണ്ടെത്താനായിട്ട് ഞാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കഥയുടെ ഭാഗമായിട്ട് റിയൽ കസ്തൂരി മഞ്ഞൾ ഏതാണ് എന്നറിയാനായിട്ട് ഞാൻ കുറേ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് 3 റിട്ടയർഡ് ഹോർട്ടിക്കൾച്ചർ പ്രൊഫസേഴ്സ്, അതിൽ 2 പേര് പ്രൊഫസർ, ഒരാൾ ബാങ്കിങ് സെക്ടറിൽ, ഇവർ ചേർന്നിട്ട് റിയൽ കസ്തൂരി മഞ്ഞളിനെ കൂടുതലായിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യം കുറേ ആർട്ടിക്കിൾസിലൂടെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് അവരുടെ നീസിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് മെസ്സേജ് വന്നു, പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നു, അത് കഴിഞ്ഞ് വാട്സപ്പിൽ വന്നു. ഇങ്ങനെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇതുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ഫൈനലായിട്ടിരിക്കുന്ന ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസ്തൂരി മഞ്ഞളും റിയൽ അല്ല എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ അവരെ പോയി മീറ്റ് ചെയ്യണം, ഇതിൻ്റെ കറക്റ്റ് സ്റ്റോറി അറിയണം എന്നൊക്കെ എനിക്ക് തോന്നി. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. വളരെ ഓണസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നു, നമ്മളോട് പറയുന്ന ആ ഇൻഫർമേഷൻസ്, ഒരുപാട് പഠിക്കുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് അതാണ് എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ കസ്തൂരി മഞ്ഞളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് അതെല്ലാം അങ്ങനെ തന്നെ സ്റ്റാൻഡ് ചെയ്യുന്നു. ഏതാണെന്ന് വെച്ചാൽ റിയൽ കസ്തൂരി മഞ്ഞൾ കിട്ടുമ്പോൾ 100% ആണെങ്കിൽ മഞ്ഞക്കൂവയും അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് കാണിച്ച കസ്തൂരി മഞ്ഞളിലും ഒരു പക്ഷേ മഞ്ഞക്കൂവയ്ക്ക് 50% ആണെങ്കിൽ മറ്റേനൊരു 60% ആയിരിക്കാം ഇഫക്റ്റ് കിട്ടുന്നത്. പക്ഷെ അത് തന്നെ ഭയങ്കര ഇഫക്റ്റാണ്. അപ്പോൾ റിയൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചാൽ എങ്ങനെയുണ്ടാവും, ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ, അത്രയ്ക്ക് ബെനിഫിഷ്യലായിരിക്കും. എന്തായാലും ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ ഫോൺ വഴി ബന്ധപ്പെടുന്നു. ഒരു വൈകുന്നേരം രാത്രി സമയമായിരുന്നു. ഞാൻ വളരെ തിരക്ക് പിടിച്ച വേറെ കുറേ കാര്യങ്ങളും കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന ദിവസമാണ് അവിടേക്ക് പോയത്. അപ്പോൾ രാത്രി ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ആ കഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരിതിൻ്റെ എല്ലാ ചരിത്രവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ റിയൽ കസ്തൂരി മഞ്ഞൾ വെച്ചിട്ട് ഒരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ആ കഥ ഇവിടെ തുടങ്ങും. നമസ്കാരം, ഞാനാണ് ബാലചന്ദ്രൻ. ഓ നമസ്കാരം സർ. ഡോക്ടർ ജയചന്ദ്രൻ. അപ്പോൾ എന്തായാലും വീട്ടിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതേ 3 സാറന്മാരും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആൾക്കാരാണ്. പ്രത്യേകിച്ച് എനിക്ക് കാണണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ 3 പേരും. കാര്യം കുറേ കാലമായിട്ട് കസ്തൂരി മഞ്ഞളുടെ പിന്നാലെയാണ് ഞാനും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്. റിയൽ കസ്തൂരി മഞ്ഞൾ എന്താണ്, ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആരൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. ഫേമസ് ആൾക്കാരാണ്. ഞാനങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ല. പിന്നെ സാറിനെയൊക്കെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും കാര്യങ്ങൾ. ഇത് ബാലേന്ദ്രൻ സാറ്, ഡോക്ടർ ജയചന്ദ്രൻ സർ ആൻഡ് ഡോക്ടർ അബ്ദുൽ വഹാബ് സാർ. ഇവരെല്ലാവരും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ
ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതിൽ പഠിച്ചിറങ്ങിയത് ഹോർട്ടിക്കൾച്ചർ. സാറ് ഇടയ്ക്ക് വെച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് പോയി, എന്നിട്ട് കാനറ ബാങ്കിന്റെ ടോപ്പ് ഒഫീഷ്യലായിട്ട് റിട്ടയർ ചെയ്ത് വന്നു. സാർ എന്തായിട്ടാണ് റിട്ടയർ ചെയ്യുമ്പോൾ? ജനറൽ മാനേജർ, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ. എനിക്ക് അന്ന് എന്തോ ചെറിയൊരു താല്പര്യം ഈ ചെടികളുടെ ഇടയിൽ ഗ്രീൻ ആയിട്ടുള്ള സംഗതികളുടെ ഇടയിൽ സമയം ചെലവഴിക്കാന്നുള്ളത്. അത് ഭാഗ്യവശാൽ എനിക്കതിന് ത്രൂ ഔട്ട് എൻ്റെ സർവീസിൽ അത് പറ്റി. പച്ചക്കറികളുടെ ഇടയിൽ ഞാൻ പോയാലും രാവിലെ ഇറങ്ങി എല്ലാ ഫീൽഡിലും അത് പിള്ളേരെ പഠിപ്പിക്കുകയും ചെയ്യും, പിള്ളേരെയും കൊണ്ട് നടക്കും. പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് സ്പൈസസ്, ഹോർട്ടിക്കൾച്ചർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്ലാന്റേഷൻ, സ്പൈസസ്, മെഡിസിനൽ പ്ലാന്റ്സ്, വെജിറ്റബിൾസ് പറഞ്ഞ വെജിറ്റബിൾസ്, അരോമാറ്റിക് പ്ലാന്റ്സ്, പിന്നെ പ്രോസസിംഗ് ഓഫ് ഓൾ ദീസ് തിങ്സ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ 84% ഓഫ് ദ ക്രോപ്സ് ആർ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്. അപ്പൊ പക്ഷെ ഒരു ടൈനി സ്റ്റേറ്റ് ആയതുകൊണ്ട് ഹോർട്ടിക്കൾച്ചറിന് ഒരു ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ഇല്ല. പക്ഷെ കേരളത്തിന്റെ വിസ്തൃതി വെച്ച് നോക്കുകയാണെങ്കിൽ 84% ഓഫ് ദ ക്രോപ്സ് ഏരിയയും ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിലാണ്. അപ്പൊ അത് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് ഈ 3 പേര്. അതിലെ ഫസ്റ്റ് ബാച്ച് BSc ഹോർട്ടിക്കൾച്ചർ ഫസ്റ്റ് ബാച്ച്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് MSc ഹോർട്ടിക്കൾച്ചർ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും PhD ഹോർട്ടിക്കൾച്ചർ. അപ്പൊ രണ്ടുപേരും ഡോക്ടറേറ്റ് എടുത്തു ഹോർട്ടിക്കൾച്ചറിൽ. സാർ ഇടയ്ക്ക് വെച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് അങ്ങ് പോയി. ഇവര് രണ്ടുപേരും ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു അല്ലെ? യൂണിവേഴ്സിറ്റിയിൽ മണ്ണുത്തിയിലും ഇവിടെയും, അതായത് വെള്ളായണി. അപ്പൊ 2000 ആണ്ടുകളിലൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ സംശയം. നമ്മുടെ ഗുരുനാഥന്മാരോട് ചോദിക്കുമ്പോ അവർക്കും ഇത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അന്ന് എനിക്കൊരു ത്വര ഉണ്ടായിരുന്നു, ഇവനെ കണ്ടുപിടിക്കണം. അങ്ങനെ തുടങ്ങിയതാണ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ ഒരു പ്രോജക്റ്റ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് കസ്തൂരി. അതായത് മുമ്പ് ഇത് 100 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് അന്യം നിന്ന് പോയി തിരിച്ചു പിടിക്കുക. അതിനു വേണ്ടി അവരൊരു വലിയ പ്രോജക്റ്റ്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ വെസ്റ്റേൺ ഗാർഡ് പ്രോജക്റ്റ് ഓരോ തന്നു. അങ്ങനെ ഇവരുടെ എല്ലാം ഫണ്ടിങ് വെച്ചിട്ട് കൊല്ലവും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റുകളിൽ ഞാൻ എന്റെ ജോലി എന്ന് വെച്ചാൽ നടന്ന് വിത്തുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുക, അവർക്ക് ക്ലാസ് എടുക്കുക. അങ്ങനെയാണ് ഇതിനൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഇതിപ്പോ പ്രധാനമായിട്ട് ഞാൻ ഇതൊരു ചെറിയൊരു ഹിസ്റ്ററി പറയാം. ഈ 3 ഉറ്റ സുഹൃത്തുക്കൾ അവരുടെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട്, അതായത് ഈ ഫീൽഡിൽ തന്നെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയപ്പോൾ സാറ് നേരത്തെ തുടങ്ങിയ സാറിനൊരു സ്പാർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ കസ്തൂരി മഞ്ഞളിന്റെ റിയൽ കസ്തൂരി മഞ്ഞൾ എന്നുള്ള എന്താണ് കണ്ടെത്തുക എന്നുള്ളത്, അതിനെ കണ്ടെത്തണം. അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചാലഞ്ച്. ഈ 2 കാര്യങ്ങൾ ഇവർ രണ്ടാളും സപ്പോർട്ട് ചെയ്യുകയാണ്. കൂടെ അവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഈ റിസർച്ച് പരിപാടിയും ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് തുടങ്ങിയത്. പക്ഷെ നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടല്ലോ എന്താണ് റിയൽ കസ്തൂരി മഞ്ഞൾ. ഞാൻ തന്നെ 1-2 വീഡിയോസ് ചെയ്തപ്പോൾ ആദ്യം മഞ്ഞക്കൂവയായിരുന്നു ഞാൻ ഇത് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കാണിച്ചത്. കാര്യം ഞാൻ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഞാൻ ആ കസ്തൂരി മഞ്ഞളായിട്ട് പൊടി കിട്ടിയിരുന്നത് അത് തന്നെയാണ്. രണ്ടാമത് ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൃഷി ചെയ്തൊരു കസ്തൂരി മഞ്ഞൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അതും എനിക്ക് അതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഇവരുമായിട്ട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ക്ലാരിറ്റി കിട്ടാനായിട്ട്, അത് എക്സ്പേർട്സ് തന്നെ പറയണമല്ലോ. അങ്ങനെയാണ് ഇവിടെ വീണ്ടും ഇങ്ങനെ ഞാൻ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് കാണാനും അത് ക്ലാരിഫൈ ചെയ്യാനും കൂടി കൊണ്ടുവന്നു. അപ്പോൾ ആ ചെടിയോടുകൂടി ഇവിടെ കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ എന്താ പറയുക, നമ്മുടെ മഞ്ഞളത്ത് അതെ പ്രഗന്ധം അത് കൂടെ കൊണ്ടുവന്നു. അതിൻ്റെ ക്രോപ്പ് കിഴങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ സാറ് എല്ലാവരും നോക്കിയിട്ട് അതും നല്ലൊരു മഞ്ഞളാണ്, പക്ഷെ അവരുദ്ദേശിച്ച കറക്റ്റ് കസ്തൂരി മഞ്ഞളല്ല, അതുമല്ല. പക്ഷെ ഇവർ ആരും തന്നെ പറയണില്ല മഞ്ഞക്കൂവയും മോശമാണെന്ന് പറയുന്നില്ല. ഇപ്പൊ ഞാൻ ഉപയോഗിച്ച് കാണിച്ച് ഈ 2 മഞ്ഞളും നല്ല മോശമല്ല. പക്ഷെ ഡിഗ്രി ഓഫ് എന്താ പറയാ, ഓരോന്നിന്റെ ബെനിഫിറ്റ് അതിന്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ, പ്യുവർ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ 100% ബെനിഫിറ്റ് ആണെങ്കിൽ മറ്റു 2 കാര്യങ്ങളും ചിലപ്പോൾ 50% അല്ലെങ്കിൽ ഒരു 30% അല്ലെ, ആ ഒരു ലെവൽ ഓഫ് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ പ്യുവർ ആണല്ലോ എപ്പോഴും നല്ലത്. അപ്പൊ അത് കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്
എന്നുള്ളത് എൻ്റെ ഒരു ക്രെഡിബിലിറ്റി അവിടെയാണ് ഇരിക്കുന്നത്. കാര്യം ഞാനും പലതും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേത് പ്യുവറാണ്, പക്ഷെ കസ്തൂരി മഞ്ഞളാണ് എന്നെനിക്ക് പ്യുവർ കസ്തൂരി മഞ്ഞൾ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആൾക്കാർ തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് മസ്ക് ടേമറിക് എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര് അല്ലേ? മസ്ക്, വൈൽഡ് ടെർമറിക്, മസ്ക് ടെർമറിക്, പിന്നെ വൈറ്റ് ടെർമറിക്, പിന്നെ ജംഗ്ലി ഹൽദി. അപ്പൊ ആ ഒരു സംഭവത്തിലേക്കാണ്. അപ്പൊ സാറ് ഇതിൽ ഇനിഷ്യേറ്റീവ് എടുത്തു. ഈ 2 സാറുമാരും അതിനെ സപ്പോർട്ട് ചെയ്തു. ഒരു 3 പേരും കൂടി ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് ഫൈനലി കൃഷി തുടങ്ങി. ഒരു ചെറിയൊരു ഏരിയയിൽ കൃഷി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചുകൂടി വയബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ആവശ്യമായിട്ട് തോന്നി. മാത്രമല്ല ഇത് കൃഷി ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്, നല്ലൊരു ക്രോപ്പാണ്, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ക്രോപ്പാണ് അല്ലേ? ഇത് കർഷകർക്ക് ഇത് കൃഷി ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണെന്നാണ് പറയുന്നത് കാര്യമായിട്ട്. കാര്യം ഇതിന് നല്ല വിലയുള്ളതാണ് കസ്തൂരി മഞ്ഞൾ. വിപണി ഉണ്ടാവണം. അപ്പൊ വിപണി ഒരു മസ്റ്റാണ്. അപ്പൊ ഇപ്പോൾ അവര് മാത്രം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര നഷ്ടമായിരുന്നല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാര്യം അതുകൊണ്ട് കുറച്ച് കർഷകരെ കണ്ടെത്തി. അവർക്ക് പല കൃഷി ചെയ്തിട്ട് അവർക്ക് നഷ്ടം വന്നുകൊണ്ടിരുന്ന കർഷകരാണ്. അപ്പോൾ ഒരു സാമ്പിളായിട്ട് ഇത് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ഒരു 10-25 കർഷകരുണ്ട് തോന്നുന്നല്ലേ ഇവിടെ. മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ട്രിവാൻഡ്രത്ത് കുറച്ച് ഏറെ സ്ഥലത്ത് കൃഷി ചെയ്ത് അതിന്റെ ഈൽഡ് എടുത്ത് ഹാർവെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല ഇഷ്ടംപോലെ ഇവര് 3 ആളും അത് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. പ്യുവർലി ഓർഗാനിക് ആയിട്ട് ചെയ്തു. അതിന്റെ ക്രോപ്പ് എടുത്തു. അത് കഴിഞ്ഞ് അത് വാങ്ങിയത് ഇവർ തന്നെ വാങ്ങിയിട്ട്, അല്ലെങ്കിൽ അവർക്കത് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് അവർ തിരിച്ച് മേടിച്ച് പൈസ കൊടുത്തു. അവരും വളരെ ഹാപ്പി. ബൈബാക്ക് അറേഞ്ച്മെന്റ് മീറ്റിംഗിൽ അവർ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ ഈ പൈസ ഒന്ന് എടുക്കുക. ഭയങ്കര ഹാപ്പിയായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പറയുന്ന വെച്ചാല് അവർ ഉത്പാദിപ്പിച്ച ഏത് ക്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ നേന്ത്രക്കായ എടുത്തു നോക്കിയാൽ നമുക്ക് ചിലപ്പോ 75 രൂപ എടുത്ത് വാങ്ങാനാണെങ്കിൽ അവർക്കൊരു 40 രൂപ അങ്ങേയറ്റം കിട്ടുക. പാവയ്ക്ക് അവർ ഉത്പാദിച്ചു കഴിഞ്ഞാൽ 35 മിഡിൽ പേഴ്സൺസ് ആണ് പൈസ. അതേ സമയത്ത് ഇതെന്ന് വെച്ചാൽ അതിന്റെ മോർ ദാൻ ഡബിൾ ഞങ്ങൾ കൊടുത്തു. ഓക്കെ. കാര്യം ഇത് പിന്നെ കോവിഡ് പീരീഡിലാണ് ഈ കർഷകർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. അത് കാരണം അവർക്ക് ഈൽഡ് കംപ്ലീറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് മാത്രമല്ല അവർക്ക് വിപണി കണ്ടെത്താനും കടന്ന് ഓടേണ്ടി വന്നില്ല. പൈസ കൊടുത്ത് മേടിച്ചു. വളരെ ഹാപ്പി. അതെ, അതെ, അവര് ഹാപ്പി. അതെ, പക്ഷെ നമ്മുടെ കാര്യം നമ്മുടെ മേടിച്ച ആൾക്കാർ ഇവരാണല്ലോ. പക്ഷെ ഇത് കൃഷി ചെയ്ത് ഇങ്ങനെ ഇപ്പൊ ഈ 3 സാറുമാരും കൂടി വാങ്ങുന്നുണ്ട്. എന്നിട്ട് അവരതിനെ പൗഡർ ഫോമിലാക്കിയിട്ട് ഇത് ഇപ്പോൾ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ഇത് മാർക്കറ്റിൽ ലഭ്യമാക്കി തുടങ്ങി. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ വയബിൾ ആവില്ല. ഇതാണ് ലോഗോ ഇപ്പൊ വച്ചിരിക്കുന്നത്. ഹോർട്ടിക്കോ ഗ്രീൻസ് ഒറിജിനൽ കസ്തൂരി ടർമറിക് പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അല്ലേ? 1 മാസമായിട്ട് ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് സംഭവം. അതിന്റെ ഇപ്പൊ പല സൈസിലുണ്ട്. 100 ഗ്രാംസ്, 50 ഗ്രാംസ്, 25 ഗ്രാംസ്. 25 ഗ്രാംസ്. 25 ഗ്രാംസിന് എന്ത് വില വരും? 85 രൂപയാണ് 25 ഗ്രാംസിന്. അല്ല, ആമസോൺ ആകുമ്പോൾ അവർ കുറച്ചുകൂടെ കൂട്ടും അല്ലേ? അവരൊരു മാർജിൻ ഇടുമല്ലോ. ആമസോണിൽ കൊടുത്താൽ അവിടെ പറയുന്ന പ്രൈസ് എന്താണോ അതനുസരിച്ചിട്ട് വാങ്ങുക. അപ്പോൾ ഇതിപ്പോ ഇങ്ങനെ ചെയ്തത് എന്താ വെച്ചാൽ ഇത് ആവശ്യമാണല്ലോ. വിപണി കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ആവശ്യമാണ്. അല്ലെങ്കിൽ കർഷകർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ മേടിക്കുന്നു, നമുക്ക് വെച്ചോണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. ഇതിങ്ങനെ പൗഡർ ഫോമിലാക്കിയിട്ട് ഇത് വിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വേണം. അതിനാണ് ആമസോണിലാണ് ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മഞ്ഞക്കൂവയൊക്കെ വാങ്ങാം. നമ്മൾ അത് കുറച്ച് ലാഭമാണ്. ചിലപ്പോൾ ഒരു പാക്കറ്റിന് 40-50 രൂപയ്ക്ക് കിട്ടും. പക്ഷെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അത് അതോറിറ്റീസ് തന്നെയാണ് പറയുന്നത്. ഇത് ഞാനല്ല പറയുന്നത്, പ്രോപ്പർ അതോറിറ്റീസ്, ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പം ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ വേറെ ഒരു പരിപാടിയല്ല. എനിക്ക് ജെന്യുവനായിട്ട് ഇതിനോടൊരു താല്പര്യം ഉള്ളത് കൊണ്ടും അത് ശരിക്കും നിങ്ങളിലേക്ക് നമ്മുടെ യൂട്യൂബ് ഫാമിലിയോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കൊണ്ടൊക്കെ മുഖത്തുള്ള മുഖക്കുരു
കാര മുതലായ എല്ലാ കാര്യങ്ങളും മാറി കിട്ടുമെന്നാണ് പറയുന്നത്, ഉപയോഗിച്ച ആൾക്കാർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ സ്ട്രെച്ച് മാർക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാറും, സ്കിന്നിലുള്ള ഹെൽത്തി ഫീലിംഗ് കിട്ടും. പിന്നെ ചെറിയ കരിവാളിപ്പുകൾ, കാര്യങ്ങൾ, സൺ ടാൻ ഇഷ്യൂസ് എല്ലാം മാറും. പിന്നെ ആന്റിസെപ്റ്റിക്കും ആന്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ റിയൽ തന്നെ ഉപയോഗിക്കണം, പറ്റുന്നിടത്തോളം റിയലിന് പോകുന്നതാണ് നല്ലത്. എന്നോട് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെ കിട്ടും. ഇതിപ്പോൾ ഞാൻ അത് കണ്ടെത്താൻ കൂടിയാണ് ആമസോണിൽ കിട്ടും. അത് എനിക്ക് പുതിയ അറിവാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. 1 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അതെ ഇവരൊന്നും ബിസിനസ്സുകാരൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ദേ ആർ നോട്ട് ബിസിനസ് പീപ്പിൾ. അവരങ്ങനെ ചിന്തിച്ചിട്ട് ഇറങ്ങിയതല്ല. അവരൊരു നഷ്ടപ്പെട്ടു പോണ ഒരു ക്രോപ്പിനെ അതിനെ തിരിച്ച് വീണ്ടെടുക്കാനായിട്ട്. ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. പണ്ട് കേരളത്തിൽ 300ഓളം സ്പീഷീസ് ഓഫ് ക്രോപ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചുരുങ്ങി പറഞ്ഞാൽ നമ്മൾ 30 സ്പീഷീസേ ഉള്ളൂ ക്രോപ്സിന്റെ എന്നാണ് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാം കാലഹരണപ്പെട്ടു പോയി, റെഗുലറായിട്ട് 10-12. അപ്പൊ പണ്ടത്തെ ആൾക്കാർക്ക് അസുഖം കുറവായിട്ട് എന്താ വെച്ചാൽ ഈ 300 ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പല രീതിയിൽ പല ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ആയിട്ടും ധാന്യങ്ങളായിട്ടും പിന്നെന്താ പറയുക ഫ്രൂട്ട്സ് ആയിട്ട് പല 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 കാര്യങ്ങൾ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഈ വിഷം ഒക്കെ വരുന്നല്ലേ ഫെർട്ടിലൈ അങ്ങനത്തെ സാധനങ്ങളാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പോയി. അതുകൊണ്ട് ഇതുമൊക്കെ ഇങ്ങനെ നമ്മുടെ ശരിക്കുള്ള വൈൽഡ് ടേമറിക് അഥവാ ഈ മസ്ക് ടേമറിക് എന്ന് പറഞ്ഞ കസ്തൂരി മഞ്ഞളൊക്കെ നഷ്ടപ്പെട്ടു പോയതിന് സാർ ഇനിഷ്യേറ്റീവ് എടുത്ത് തിരിച്ചു കൊണ്ടുവന്നതാണ്. ഇവർ 2-3 പേരും കൂടെ ചേർന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇതിനെ പബ്ലിസൈസ് ചെയ്ത് ഈ നഷ്ടപ്പെട്ടു പോയ കാര്യം കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ്. പിന്നെ അത് ഒരു ബിസിനസ്സിലേക്ക് പതുക്കെ അവർ പോലും അറിയാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സർവൈവൽ. കാര്യം അവരിത് തുടങ്ങി കുറേ പേർക്ക് അത് ഉപകാരപ്രദമാകണം എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൃഷിക്ക് കൊടുത്തു. അവരും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അവസാനം തുടങ്ങി വെച്ചവർക്ക് നഷ്ടക്കച്ചവടമാവാൻ പാടില്ലല്ലോ. എത്തിക്കണം. ഇനി ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്ത് വേണമെങ്കിലും. പക്ഷെ അവരും കൃഷി ചെയ്യുമ്പോൾ ഇതെല്ലാം അതിന്റെ എൻഡ് പ്രൊഡ്യൂസ് മുഴുവൻ നിങ്ങൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എവിടെ കൊണ്ടുപോയി തീർക്കും. വീണ്ടും അവരിങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും. കൂട്ടുന്നതിന് കുഴപ്പമില്ല, നല്ലതായിട്ട് സെയിലായിപ്പോയി. അപ്പൊ അവയർനെസ് ആണ് ഇപ്പോൾ വേണ്ടത്. അപ്പൊ ഞാൻ അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ എല്ലാവരെയും ഒന്ന് അവെയർ ആക്കുക എന്നുള്ള കാര്യം. ഇത് മാർക്കറ്റിംഗ് ഒക്കെ ഇപ്പോൾ പഠിച്ചു. ഇത് ഇങ്ങനത്തെ പാക്കിങ്, എന്താണ് GST, കുറേ നാളുടെ എഫേർട്ട് കണ്ട് പാക്ക് ചെയ്യാനും പിന്നെ അതിന്റെ ലോഗോയോ ലേബല് ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതാണ്. അതെ ഉണ്ടാക്കി വെച്ചിട്ട് സീൽ ചെയ്ത് ഓക്കെ ആലോചിച്ച് നോക്കി ഇതെല്ലാം പഠിച്ചെടുത്തു അല്ലേ. എക്സ്പേർട്സ് ആണ്. അത് കൊള്ളാം, നന്നായി, നമുക്കൊക്കെ ഉപകാരമായല്ലോ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അറിയാതെ ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. അതെ എല്ലാവർക്കും ഒരു അപ്രീസിയേഷൻ അല്ലേ, അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ പ്ലാസ്റ്റിക് കവറിൽ റബ്ബർ ബാൻഡ് ഇട്ട് വരെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന ഒരു സമയം. എന്നിട്ട് പോലും അപ്രീഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചോണ്ടു. പക്ഷെ കുറച്ചുപേരൊക്കെ കളിയാക്കി കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് പോലും ഒരു ഉത്തരമാണ് ഇങ്ങനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വന്നത്. സമ്മതിച്ചു. ഇന്നിപ്പോ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് പരിചയപ്പെടുത്താൻ പറ്റാത്തത്. വളരെ വൈറ്റലായിരുന്നു. ഓക്കെ അതെ വീടൊരു ഓഫീസ് പോലെ ആയിരുന്നു. ഡിസ്കഷൻസ്, ഉണ്ടാക്കല്, പാക്കിങ് എല്ലാം. അതെ പ്രൊഫസറായിരുന്നു. അപ്പൊ എന്തായാലും ഇത് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും വീണ്ടും പറയുന്നു, ഇതാണ് റിയൽ നമ്മുടെ കസ്തൂരി മഞ്ഞൾ. ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്തെ റിസൾട്ട് കിട്ടും. ജെന്യുവിനാണ് ഇതിന്റെ പിന്നിലുള്ള എഫേർട്ട് എന്ന് പറയുന്നത്. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങിക്കുക, ജെന്യുവിനാണ്. കാര്യം നമ്മൾക്കും ജെന്യുവിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണം. അത് ഇവർ തരാൻ തയ്യാറാണ്. ഫുള്ളായിട്ട് കവർ മാറ്റാം. ദിസ് ഇസ് ദ റിയൽ കളർ. ഒരു ചന്ദനത്തിന്റെ പൊടി പോലെ തോന്നും, സാൻഡൽവുഡ്. അതെ ഇതാണ് ശരിക്കുള്ള ഒരു യെല്ലോ കളറും അല്ല കേട്ടോ, ഒട്ടും യെല്ലോ കളറില്ല. ദിസ് ഇസ് ദ കളർ. പിന്നെ ഇതിന്റെ മണമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു ഏർത്ത്ലി മണമുണ്ട്, പ്ലസ് ഒരു കർപ്പൂരത്തിന്റെ ഒക്കെ ഒരു മണമാണ്. കസ്തൂരി ഹൽദി ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ. ഓക്കെ ഇതാണ് അതിന്റെ ഇല. അത് നമ്മളിനി അവിടെ പോകുമ്പോൾ നമുക്ക് കൃഷി സ്ഥലത്ത് പോകുമ്പോൾ കൂടുതൽ വിശദമായിട്ട് കാണാം. എങ്കിലും ഇതാണ് അതിന്റെ ഇല. ഇതിന്റെ ഇലയുടെ അടിഭാഗം. ദിസ് ഇസ് ദ അപ്പർ പോർഷൻ. ഇതിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ തടവി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വെൽവെറ്റി സാറ്റിൻ ഫിനിഷാണ്.
നമുക്ക് തൊടുമ്പോൾ അറിയാം, ഭയങ്കര സ്മൂത്ത് ഒരു വെൽവെറ്റ് ഒരു ഇതാണ്. ഇതാണ് ആ കിഴങ്ങ്. അതിൻ്റെ കളർ നോക്കിയേ, ഒരു ഐവറി കളർ എന്ന് പറയാം അല്ലേ, ക്രീമിഷ്. യെല്ലോയേ അല്ല, നോട്ട് അറ്റ് ഓൾ യെല്ലോ, ഒരു യെല്ലോയും ഇല്ല അതിൽ. ഇത് അങ്ങനെ ഒരു എന്താ പറയുക, കർപ്പൂര മണം എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ലൈറ്റായിട്ടുള്ളൊരു കർപ്പൂര മണം, ഒരു മഞ്ഞ മണവും ഇല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ റിയൽ കസ്തൂരി മഞ്ഞൾ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിനകത്തിരുന്നുള്ള ഡിസ്കഷൻ കഴിഞ്ഞ് ഒരു ശകലം നടന്നാൽ മതി, ഒരല്പം നടന്ന് ഓഫീസിലെത്തി. ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള ഓഫീസ് ബിൽഡിംഗ്. അതിനകത്തേക്ക് പോയി നോക്കാം. ഇതാണ് ഹോർട്ടിക്കോ ഗ്രീൻസിൻ്റെ അല്ലേ ഒഫീഷ്യൽ ഓഫീസ്. ഇവിടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടോ? ഇത് അടപ്പ് തുറക്കുമ്പോൾ തന്നെ ഒരു മണം, എൻ്റെ ഒന്നും രക്ഷയില്ല. ഇതാണ് റിയൽ കസ്തൂരി മഞ്ഞൾ പൊടി. അയ്യാ നല്ല മണം. ഇത് പാക്കിങ്ങിന് മുമ്പുള്ള സ്റ്റേജാണ് ഞാനിപ്പോൾ കാണുന്നത്. പിന്നെ ഉണക്കി സൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ചിപ്സായിട്ട്. കാര്യം ത്രൂ ഔട്ട് ദ ഇയർ പ്രോഡക്റ്റ് അവൈലബിൾ ആകാൻ വേണ്ടി ആ ഒരു ക്രോപ്പ് ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. ആ ഒരു വർഷത്തിലൊരു വിളവെടുപ്പ്. ജലദോഷം ഒന്നും വരില്ല ഇവിടെ കിടന്നുറങ്ങി. അപ്പോൾ ഇനി ചിപ്സ് കൂടി നമുക്ക് കാണാം. അതായത് ഇങ്ങനെ ചീകിയിട്ട് ഉണക്കി വെച്ചേക്കുന്നത് കുറച്ചൊക്കെ എടുത്ത് തന്നാലും കാണിച്ചാലും മതി. ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ. ഇത് സ്ലൈസ് ചെയ്ത് ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കും, മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാതെ. ഇത് ഇപ്പോഴും മണമുണ്ടല്ലോ, ഇല്ല, അത് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കി വരുന്നു. നോക്കട്ടെ, തണുപ്പിക്കാം. പിന്നെ പിന്നെ വെറുതെ വെച്ച മണമില്ല, പൊട്ടിച്ച് നോക്കുമ്പോൾ എന്താ മണം. ചുമ്മാ ഇടുകയില്ല, അത് കണ്ടോ, ഞാൻ തന്നെ പൊട്ടിച്ച് ഉണപ്പിച്ചിട്ടില്ലേ. രക്ഷയില്ല, നല്ല മണം. അയ്യോ, പ്രിസർവ് ചെയ്യുന്നത് ഇയർ ത്രൂ ഔട്ട് വേണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ ഒരു ഗുണമുണ്ട്, അപ്പൊ ചീത്തയെ പോകത്തില്ലല്ലോ, നമുക്ക് സൂക്ഷിക്കാം. മോയ്സ്ചർ മനസ്സിലായി. ഷെൽഫ് ലൈഫ് ഓക്കെ ആണ്. ഡ്രൈ ഡിമാൻഡ് അനുസരിച്ചിട്ട് പിടിച്ചുകൊണ്ട് സപ്ലൈ ചെയ്യാം. ആ കുഴപ്പമില്ല, വീടിനടുത്താണ് ഓഫീസ്, കുഴപ്പമില്ല. വളരെ സന്തോഷം. ആ സന്തോഷം, നമുക്ക് ഇനി കാണാമല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയായിരുന്നു കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ തന്നിരുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം, ഇവരുടെ എല്ലാ ഫോൺ നമ്പേഴ്സ് കൊടുക്കാം. പിൻ ചെയ്ത് ഇടാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വിടാം. അപ്പോൾ ഇതായിരുന്നു ശരിക്കുമുള്ള കസ്തൂരി മഞ്ഞൾ. ഇതിൻ്റെ മണം കർപ്പൂരത്തിൻ്റെ മണം. ആ കസ്തൂരി മഞ്ഞൾ പൊട്ടിച്ചിങ്ങനെ മണക്കുമ്പോൾ കർപ്പൂരത്തിൻ്റെ മണമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അദ്ദേഹം നോക്കിയാൽ കളർ നോക്കിയാൽ ചന്ദനത്തിൻ്റെ നിറം, സാൻഡൽവുഡ് കളർ. ഓ രക്ഷയില്ല, ഇത് മണം. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടുള്ള സംഭവമാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ പാൽപ്പാടയിലല്ല ചെയ്യാൻ പോണത്. അപ്പോൾ ഏത് മാധ്യമം വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് പാൽപ്പാട ബെസ്റ്റാണ്. പിന്നെ പാൽപ്പാടയിൽ നല്ലതാണ്. ഡ്രൈ സ്കിന്നിന് പാൽപ്പാട തന്നെ ചെയ്യുന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് തൈര് നല്ലൊരു ഓപ്ഷനാണ്, നോർമൽ സ്കിന്നുകാർക്കും എല്ലാം കൊള്ളാം. പിന്നെ അതുപോലെ നമ്മുടെ ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾ പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പനിനീര് ഉപയോഗിക്കാം. പനിനീര് വെച്ച് മിക്സ് ചെയ്താലും മതി. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇത് സ്റ്റെയിൻ ഉണ്ടാവില്ല. സ്റ്റെയിൻ മീൻസ് അറിയാമല്ലോ, മഞ്ഞ നിറം. ഇപ്പോൾ ഞാനെല്ലാം പ്രസവിച്ച് കിടന്ന സമയത്ത് പിന്നെ നമ്മൾ ധാരാളമായിട്ട് കുളിക്കാനായിട്ട് ധന്വന്തരം കുഴമ്പിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇട്ടാണ് മിക്സ് ചെയ്ത് തേച്ചുകൊണ്ടിരുന്നത്. അത് നല്ല മറ്റേ മഞ്ഞപ്പൂവായിരുന്നു, യെല്ലോ കളർ. പക്ഷേ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്ത്രത്തിലും ആ യെല്ലോ കളറ് പറ്റിപ്പിടിക്കും. അപ്പോൾ ഇതിനാ പ്രശ്നമില്ല, യെല്ലോ കളർ സ്റ്റെയിൻ ചെയ്യില്ല. പിന്നെ നീറ്റൽ, ചെറിയ ഇച്ചിങ് ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു കൂളിംഗ് തണുപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ എടുക്കണോ,
ഇതിൽ നിന്നും കുറച്ചെടുക്കാം. നമുക്കിപ്പോൾ മുഖത്തേക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം ഫേസിൽ. പിന്നെ എന്താണ്, തൈര് ചേർക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു 1 ടീസ്പൂൺ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള തൈര്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തൈര്, പാല്, പനിനീര്, വെള്ളം എന്താണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് ഇപ്പോൾ എല്ലാ സ്കിന്നിലുള്ളവർക്കും എല്ലാ സ്കിൻ ടോണുള്ളവർക്കും ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾ, അതായത് ജനിച്ച് 10-14 ദിവസമായ ബേബീസിന് ഓയിലിൽ ഇതിട്ടിട്ട് മിക്സ് ചെയ്ത ഓയിലുണ്ടല്ലോ, കസ്തൂരി മഞ്ഞൾ ഇട്ടുണ്ടാക്കിയ കസ്തൂരി മഞ്ഞൾ ഓയിൽ, അത് വെച്ചിട്ട് നല്ലതായിട്ട് ബോഡി മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, അവരുടെ സ്കിന്നൊക്കെ നല്ല ഗംഭീരമായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മാറും. പിന്നെ പ്രായമുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാം, എല്ലാ പ്രായം. പിന്നെ ആണുങ്ങൾക്കും ഉപയോഗിക്കാം, പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. ഞാൻ എൻ്റെ മുഖത്തിന് ആവശ്യമായ ഏകദേശം ഒരു ടീസ്പൂൺ എടുത്തു. ആവശ്യത്തിന് തൈരും ചേർത്തു. ഇന്നിപ്പോൾ തൈര് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പാൽപ്പാട, തൈര്, പാല്, ഇതെല്ലാം എൻ്റെ ഫേവററ്റ് മീഡിയംസാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന തൈരാണ്. പിന്നെ പാൽപ്പാട ഡെയിലി പറ്റുന്ന പോലെയൊക്കെ. പിന്നെ പറയാതെ തന്നെ അറിയാമല്ലോ, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആൻറ്റിസെപ്റ്റിക്കാണ്, പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. ഇതൊരു മരുന്നായിട്ട് മുറിവ്, ചതവ് മുതലായ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതും പോകും. ഇത് സ്ഥിരമായിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പാക്കി പുരട്ടിയാൽ മതി. അല്ലെങ്കിൽ പനിനീരിൽ ചാലിച്ചാൽ അതായാലും മതി. ഇത് നോക്കി എൻ്റെ കളർ കണ്ടോ, യെല്ലോ ഒന്നും അല്ല, സാൻഡൽവുഡ് കളർ. ഇപ്പോൾ ഇങ്ങനെയുണ്ട് കളറ്, ചന്ദനം പോലെയല്ലേ ഇരിക്കുന്നത്, ചന്ദനം അടിച്ചിട്ട മാതിരി. ഒരു യെല്ലോ കളറേ ഇല്ല. അതുകൊണ്ട് ആ കളർ നമ്മുടെ വസ്ത്രത്തിലൊന്നും ആകില്ല, ചേഞ്ച് ആവില്ല, സ്കിന്നിലൊന്നും മഞ്ഞ നിറത്തിലൊന്നും ഇരിക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ റിയലായിട്ടുള്ള കസ്തൂരി മഞ്ഞളുടെ ലക്ഷണങ്ങളാണ്. ഫർദറായിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു തന്നല്ലോ അല്ലേ, ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അവരെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, കാണിച്ചു തന്നു. എന്ത് സുഖം, ഒരു കൂളിംഗാണ് അല്ലേ. ഒരു നീറ്റലുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ നീറ്റലായിട്ട് വരില്ല, എന്നാലും നമുക്ക് എന്തായാലും ഇത് നമുക്കൊരു ഇഫക്റ്റ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിംഗ് എന്തായാലും മുഖത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് കാര്യമാക്കണ്ട, അതിപ്പോൾ എപ്പോഴാണെങ്കിലും അതുണ്ടാകും, ഏതാണെങ്കിലും. ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ മുഖത്ത് കിടക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷം, കാര്യം നല്ല റിയൽ കസ്തൂരി മഞ്ഞളല്ലേ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അത് ആലോചിച്ചിട്ടുള്ള സന്തോഷം. ഓക്കെ, ഉണങ്ങിയിട്ട് കാണാം. ഓക്കെ ഞാൻ മുടിയെല്ലാം ഒന്ന് കെട്ടി വെച്ചു. ഇനി ഇത് ഉണങ്ങി സ്ട്രെച്ചായിരിക്കണം കേട്ടോ, നല്ല ഡ്രൈ ആയി ഓൾമോസ്റ്റ്, ചില ഭാഗത്തല്ല നന്നായിട്ട് ഡ്രൈ, സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് വാഷ് ചെയ്യാം. ആസ് യൂഷ്വൽ 2 പാത്രത്തിൽ വെള്ളം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ലൈവ് റിസൾട്ട് കാണാൻ പോകുന്നു. സൈഡിൽ നിന്ന് തുടച്ചാണ്. ആഹാ, കാണുന്നുണ്ടല്ലോ അല്ലേ. ആക്ച്വലി എൻ്റെ സ്കിന്നിപ്പോൾ ഒരു പിങ്കിഷായി മാറിക്കൊണ്ടിരിക്കും. എൻ്റെ ദൈവമേ, എന്ത് റിസൾട്ടായത്. ഞാൻ ഫെയർ സ്കിന്നാണ്, പക്ഷേ ഇതിപ്പോൾ നല്ല എനിക്കൊരു ബ്ലഷായി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പിങ്കിഷ് വൈറ്റായി മാറി. ഭയങ്കര ഓവറായിട്ട് ക്ലിയർ ആയിരിക്കുന്നു. അവിശ്വസനീയമായ രീതിയിലുള്ള റിസൾട്ടാണ് കേട്ടോ, ഭയങ്കര പെർഫെക്റ്റ്.
എന്ത് റിസൾട്ടല്ലേ ഇത്, രക്ഷയില്ല, അൺബിലീവബിൾ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ഭയങ്കര റിസൾട്ടാണ്. ഇതുവരെ 2 ടൈപ്പ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് 2 ടൈപ്പ് കസ്തൂരി മഞ്ഞളാണ് നമ്മൾ ഉപയോഗിച്ചത്. ഒന്ന് മഞ്ഞക്കൂവയായിരുന്നു, അതിനും റിസൾട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് ഉപയോഗിച്ചതും റിയൽ കസ്തൂരി മഞ്ഞളാണെന്ന് വിചാരിച്ചിട്ട് അതും ഉപയോഗിച്ചു, അതിനും റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ടുള്ള പെർഫെക്റ്റ് 100% റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതാണ് റിയൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ. ഇനി ഒരു മോയ്സ്ചറൈസർ വേണമെങ്കിൽ ഇടാം. അപ്പോൾ പാൽപ്പാടയിലാണ് ചെയ്യുന്നതെങ്കിൽ മോയ്സ്ചറൈസറേ വേണ്ട. പക്ഷേ ഇതല്ലാണ്ട് തൈരാണ് വേണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ കൂടി ഇടാം. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് ദിവസവും ഇടുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഭയങ്കര ഭീകരമായ റിസൾട്ടായിരിക്കും. ഭയങ്കരമായിട്ട് മുഖത്തെ കറുത്ത പാടുകൾ മാറും, പിന്നെ ആക്നെ, പിമ്പിൾസ് മുതലായ കാര്യങ്ങളെല്ലാം മാറും, പിന്നെ സൺ ടാൻ മാറും, ഭയങ്കരമായിട്ട് കളർ ഡിഫറൻസ് വരും നല്ല രീതിയിൽ. പിന്നെ സ്കിന്ന് വളരെ സോഫ്റ്റ്, ഭയങ്കര സപ്പിളാകും. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്, ഇതിന് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ നീരോ പിന്നെ പാടുകളോ പിന്നെ മുറിവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. എക്സലൻ്റ് ആണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ കസ്തൂരി മഞ്ഞളിൻ്റെ ഗുണങ്ങൾ ഒരുപാട് പറഞ്ഞു. അത് ഇതാണ് എന്ന് മനസ്സിലാക്കാണ്ട് നമ്മൾ വേറെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് കാര്യം, ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 വെറൈറ്റീസ് ഓഫ് കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്നാണ് പറയുന്നത്. 100 വെറൈറ്റീസ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും 100% ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന കസ്തൂരി മഞ്ഞൾ. അതാണ് ഈ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള നമ്മളുടെ ഈ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ്, നമ്മുടെ ലേൺഡ് പീപ്പിൾ, ഈ 3 പേരും കൂടി പറഞ്ഞു തന്നതും അതവർ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയത്. എനിക്ക് തന്ന ലിറ്ററേച്ചറാണ്, അതിൽ ക്ലിയറായിട്ട് അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള സയൻറ്റിഫിക് പേരെന്നൊക്കെ പറഞ്ഞാൽ കുർക്കുമ SPP എന്നാണ് ഈ ഒരു മഞ്ഞൾ ഫാമിലി ടോട്ടലായിട്ട് പറയുന്നത്. അതിൽ കുർക്കുമ ലോങ്ക LONGA ഓർഡിനറി ടേമറിക്. ഓക്കെ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്ന പേര് കുർക്കുമ അറോമാറ്റിക് എന്നാണ്. പേരിൽ തന്നെ അറോമയുണ്ട്, അറോമാറ്റിക്. പിന്നെ വരുന്നത് മഞ്ഞക്കൂവ. മഞ്ഞക്കൂവ എന്ന് പറയുമ്പോൾ കുർക്കുമ സിഡോറിയ ZEDOARIA. പിന്നെ വരുന്ന മാംഗോ ജിഞ്ചർ, ദാറ്റ് ഈസ് മാങ്ങ ഇഞ്ചി. അത് കണ്ടാൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. കുർക്കുമ അമാഡ, അത് ഇരിക്കും മീൻസ് അതിൻ്റെ തൊലിയോടുകൂടി നമ്മളിങ്ങനെ കിഴങ്ങെടുക്കുമ്പോൾ അങ്ങനെ തന്നെ തോന്നും. അത് മാംഗോ ജിഞ്ചർ. അത് എല്ലാത്തിലും ഒരു കുർക്കുമയുണ്ട്, കാര്യം ഇതെല്ലാം മഞ്ഞൾ ഫാമിലിയിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് ആരോ റൂട്ട്. ആരോ റൂട്ട് അറിയാമല്ലോ, നമ്മുടെ കൂവമാവ് ഉണ്ടാക്കുന്നത്. ആരോ റൂട്ടും കുർക്കുമ ഫാമിലിയിലുള്ളതാണ്. കുർക്കുമ അംഗസ്റ്റിഫോളിയ. എൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ എനിക്കറിയില്ല കറക്റ്റാണോ എന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് തിരിച്ചറിയാനായിട്ട് വേർതിരിച്ചെടുക്കാനുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ അറിയുന്ന ആൾക്കാർക്കല്ലേ അറിയുള്ളൂ. അവരത് കണ്ടെത്തി നമ്മളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇത് ലിപ് ബാം. ഇതും കൂടി കഴിഞ്ഞാലേ പെർഫെക്റ്റ്. ഓക്കെ, കണ്ണാടി വയ്ക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കട്ടെ. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് നിങ്ങൾ ആ ഒരു രീതിയിൽ അത് കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളാണ് നമ്മളുടെ മുന്നിൽ അവർ പറഞ്ഞു തന്നത്. വളരെ ഇൻഫോർമേറ്റീവാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ശരിയായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങളൊന്നും തെറ്റാണെന്നല്ല, അതും ശരിയാണ്, ഇതും ശരിയാണ്. പക്ഷേ ഇത് 100% റിസൾട്ട്, അത് ഇതിനെക്കാട്ടിലും 50% റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ 30% റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്തായാലും ശരി ഞാൻ കണ്ടെത്തി എന്നുള്ളൊരു സന്തോഷം കൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ നമ്മുടെ ഈ ബ്യൂട്ടി വ്ളോഗിൽ ഇത് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്യുവറായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ എങ്ങനെ അറിയും, എങ്ങനെ കിട്ടും, എവിടെ കിട്ടും. അങ്ങനെ മാർക്കറ്റിൽ പല രീതിയിലും കിട്ടും. അപ്പോൾ ഇത് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോഡക്റ്റ്, നമ്പർ 1 പ്രോഡക്റ്റ്, ഒറിജിനൽ. ഓക്കെ, ഇനി ഇത് നിങ്ങൾ പൗഡർ ഫോമിൽ ഇത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിരിക്കാം. അത് നിങ്ങൾ എല്ലാ ദിവസവും മുഖത്തിത്. ഓക്കെ, നല്ല വ്യത്യാസം ഉണ്ടാവും, പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയും കേട്ടോ. ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം, റോ ഫോമിൽ, അതായത് പൗഡേർഡ് ആവാണ്ട് ഇതിങ്ങനെ ഉണങ്ങിയ ഫോമിൽ വേണമെങ്കിലും, അതായത് ഈ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്ന ആ ഫോം വേണമെന്നുണ്ടെങ്കിലോ, അതല്ല ഫ്രഷ് ആയിട്ടുള്ള അതിൻ്റെ തൈ അങ്ങനത്തെ ഇത് വളർത്താനായിട്ട് അത് വേണമെന്നുണ്ടെങ്കിലോ, അതല്ലാതെ നിങ്ങൾക്കങ്ങനെ ഫാക്ടറീസ് എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, സ്ഥാപനങ്ങൾ ആയുർവേദിക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ,
അവർക്കെല്ലാം കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാൻ മറക്കണ്ട. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷനേ അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കുകയോ വേണ്ട. ഇതൊരു കൊളാബോ അങ്ങനെ ഒന്നുമല്ല. ഇതൊരു ജെന്യുവനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം, നമുക്കാണ് ആവശ്യം ഇങ്ങനെ ഒരു കസ്തൂരി മഞ്ഞൾ കണ്ടെത്തുക എന്നുള്ളത്. അതിന് സഹായിച്ച കുറച്ച് ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് വളരെയധികം നന്ദിയും സ്നേഹവും മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് തേടി പിടിച്ച് പോവുകയാണ് ചെയ്തത്. അത് പക്ഷേ എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. കാര്യം നിങ്ങൾ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്കും കിട്ടണം, എനിക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്കും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. കമൻറ്റ് ബോക്സിലേക്ക് വരിക, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം, എല്ലാ അഭിപ്രായങ്ങളും പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ വേറൊരു കാര്യം കൂടി, ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് തന്നെ പറയാം. ഇവരുടെ ഫാം വിസിറ്റ്, അവിടുത്തെ കർഷകരെ കണ്ട വിശേഷങ്ങൾ, അതെല്ലാം ഇനി ഞാൻ പോകുന്നുണ്ടാവും. അതിനെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അത് മറ്റൊരു വീഡിയോയിലായിരിക്കും. നമ്മുടെ റെഗുലർ വീഡിയോയുടെ ഭാഗമായിട്ട് അത് കാണിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.